നമസ്കാരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൃശൂർ വരന്തരപ്പള്ളി സ്വദേശിനിയായ ഷീജ പ്രഭാകരൻ എന്ന 54 വയസ്സുള്ള ഒരു വീട്ടമ്മ ഞങ്ങളുടെ കൊച്ചി പ്രതിനിധി പീയൂഷിനെ ബന്ധപ്പെടുന്നു. അവരുടെ വല്ലാത്ത ദുരന്ത ജീവിത കഥയുമായാണ് പീയൂഷിനെ ബന്ധപ്പെടുന്നത്. എറണാകുളത്തെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ വെച്ച് ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ ജോജോ വി ജോസഫ് ക്യാൻസർ ബാധയില്ലാത്ത ഷീജയുടെ വലതു സ്തനം അനാവശ്യമായി മുറിച്ചു മാറ്റി എന്ന ആരോപണവും അതിനുള്ള തെളിവുമായാണ് ഷീജ പീയൂഷിനെ ബന്ധപ്പെടുന്നത്. അതിന്റെ പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ, രേഖകൾ പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ ലേഖകൻ ഞെട്ടിപ്പോയി. ആ വാർത്ത എയർ ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ പോളി ടി ജോസഫ് കൊടകര ശാന്തി ആശുപത്രിയിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഷീജ ഡോക്ടർ പോളിയെ കാണുകയും സ്തനത്തിലെ ഒരു പാട് ക്യാൻസർ ആണോ എന്ന് സംശയിച്ചതിനെ തുടർന്ന് തൃശ്ശൂരിലെ ജീവ ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നു. ജീവ ലബോറട്ടറിയിലെ പരിശോധനാ ഫലം തെറ്റായി ക്യാൻസർ എന്ന് രേഖപ്പെടുത്തുന്നു. ഡോക്ടർ പോളി ഉടനടി ശസ്ത്രക്രിയ വേണം എന്ന് നിർദ്ദേശിക്കുന്നു. എന്നാൽ രണ്ടാമതൊരു വിദഗ്ധനെ കൂടി കണ്ടേക്കാം എന്ന നിർദ്ദേശത്തെ തുടർന്ന് കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെത്തി കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധനായ ക്യാൻസർ ചികിത്സകൻ ഡോക്ടർ വി പി ഗംഗാധരനെ കാണുന്നു. ഗംഗാധരൻ ജീവ ലബോറട്ടറിയിൽ എടുത്ത അതേ സാമ്പിൾ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് വീണ്ടും പരിശോധനയ്ക്ക് അയക്കുന്നു. പരിശോധനാ ഫലം പോസിറ്റീവായിരിക്കും, ക്യാൻസർ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞ് സമയം കളയാതിരിക്കാൻ 17-ാം തീയതി സഹകരണ ആശുപത്രിയിൽ ഓപ്പറേഷന് തീയതി കുറിക്കുന്നു. 4 ദിവസം മുൻപ് 13-ാം തീയതി ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും പരിശോധനാ ഫലം വന്നപ്പോൾ ക്യാൻസർ അല്ല എന്ന് വ്യക്തമായെങ്കിലും ഈ ഫലം ശ്രദ്ധയിൽപ്പെടാതെ ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ ജോജോ വി ജോസഫ് 4 ദിവസത്തിന് ശേഷം 17-ാം തീയതി ഷീജ പ്രഭാകരന്റെ ക്യാൻസർ ബാധിച്ചിട്ടില്ലാത്ത വലത് സ്തനം മുറിച്ചു മാറ്റുന്നു. അതിനുശേഷം പിന്നീട് യാദൃച്ഛികമായി ഷീജയുടെ ബന്ധുക്കൾ ഈ റിപ്പോർട്ട് കാണുകയും ക്യാൻസർ ഇല്ലാതെയാണ് ഓപ്പറേഷൻ നടത്തിയത് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് കടവന്ത്ര പോലീസിൽ പരാതി കൊടുക്കുകയും വിശദമായ അന്വേഷണത്തെ തുടർന്ന് പോലീസ് ഡോക്ടർ ജോജോ വി ജോസഫിനെ 1-ാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ ഞെട്ടിക്കുന്ന വിവരമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ക്യാൻസർ വിഭാഗം മേധാവി കൂടിയാണെന്നും സോഷ്യൽ മീഡിയയിലെ അറിയപ്പെടുന്ന ക്യാൻസർ വിദഗ്ധനാണെന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഡോക്ടർ ജോജോ നിഷേധക്കുറിപ്പുമായി രംഗത്ത് വരികയും തൻ്റെ വീഴ്ച മറച്ചുവെക്കാൻ മറുനാടൻ പണം ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വ്യാജ വാർത്ത എഴുതിയത് എന്ന കള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഡോക്ടർ ജോജോയുടെ സഹപ്രവർത്തകരായ ഡോക്ടർമാരെ കൊണ്ട് ഒരേ വാക്കിൽ ഒരേ രീതിയിൽ ജോജോയ്ക്ക് വേണ്ടി സ്തുതിപാടൽ ആരംഭിക്കുകയും ചെയ്തു. മറുനാടൻ പണം ചോദിച്ചു എന്ന ആരോപണം പിൻവലിച്ചില്ലെങ്കിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചെങ്കിലും ഡോക്ടർ ജോജോ ഗവനിക്കാത്തതിനാൽ ഇപ്പോൾ അത് കോടതിയിൽ കേസായിട്ടുണ്ട്. ഡോക്ടർ ജോജോ വി ജോസഫ് ഒരു ക്യാൻസർ വിദഗ്ധനാണെങ്കിലും അയാൾ ഒരു നുണയനാണ്, കള്ളം പറഞ്ഞ് വീഴ്ച മറച്ചു വയ്ക്കുന്ന മനുഷ്യത്വമില്ലാത്ത വ്യക്തിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു. അല്പം പോലും മനസ്താപമില്ലാതെ കുറ്റബോധമില്ലാതെ തൻ്റെ തെറ്റായ പ്രവൃത്തി കൊണ്ട് ഒരു സ്ത്രീയുടെ സ്തനം മുറിക്കപ്പെട്ടിട്ടും ഡോക്ടർ ജോജോ വി നുണപ്രചരണവുമായി ഫാൻസിനെ കൊണ്ട് സ്തുതി പാടിച്ച് മുമ്പോട്ട് പോയി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞ ഭാഗം കൂടി ഉൾപ്പെടുത്തിയായിരുന്നു ഞങ്ങൾ ആ വാർത്ത പുറത്തുവിട്ടത്. വാസ്തവത്തിൽ ഡോക്ടറുടെ വിശദീകരണത്തിലെ കുറ്റബോധമില്ലായ്മ, ഒരു സ്ത്രീയുടെ സ്തനം വെറുതെ മുറിച്ചിട്ടും അത് വളരെ നിസാരം എന്ന് തോന്നുന്ന സ്ത്രീ ആവശ്യപ്പെട്ടത് കൊണ്ട് ചെയ്തു എന്ന കൂസലില്ലായ്മയാണ് ഡോക്ടറുടെ വിശ്വാസ്യതയെ ബാധിച്ചത്. ഞങ്ങൾക്ക് ഡോക്ടറോടോ ആശുപത്രിയോടോ പ്രത്യേകമായി വിരോധമില്ലാത്തത് കൊണ്ടും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ചെലവ് കുറഞ്ഞ ക്യാൻസർ ചികിത്സാലയമായതുകൊണ്ടും അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർ വി പി ഗംഗാധരനോട് വലിയ ആദരവുള്ളത് കൊണ്ടും ആ വാർത്ത കൊടുത്തു, ആ പ്രശ്നം അവസാനിച്ചു എന്ന നിലപാടിലേക്ക് ഞങ്ങൾ മാറി. പഞ്ചനക്ഷത്ര ആശുപത്രികൾ ലക്ഷക്കണക്കിന് രൂപ ക്യാൻസർ രോഗികളിൽ നിന്നും അനാവശ്യമായി പിടിച്ചു വാങ്ങുന്നിടത്ത് ഇന്ദിരാഗാന്ധി ആശുപത്രി പരമാവധി ചെലവ് കുറച്ച ചികിത്സ നടത്തുന്നത് കൊണ്ട് തന്നെ, ഡോക്ടർ ഗംഗാധരൻ അതിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരെ കൂടുതൽ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കേണ്ട എന്നതായിരുന്നു ഞങ്ങളുടെ നിലപാട്. എന്നാൽ ക്രിമിനൽ ബുദ്ധിക്കാരനായ ഡോക്ടർ ജോജോ വി ജോസഫ് അതിന് സമ്മതിക്കുന്നില്ല. അദ്ദേഹം ഞങ്ങൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരു കള്ളക്കേസ്, അതും
ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്ന ഒരു കള്ളക്കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് എടുപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വാർത്ത അദ്ദേഹത്തിൻ്റെ സൽപ്പേരിനെ ബാധിച്ചെങ്കിൽ അദ്ദേഹത്തിന് മാനനഷ്ട കേസ് കൊടുക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അങ്ങനെ ഒരു കേസ് കൊടുത്താൽ ഞങ്ങൾ അദ്ദേഹത്തെ പഴിക്കുകയില്ല. കാരണം ഓരോ വ്യക്തിക്കും തീരുമാനിക്കാം ഒരു സംഭവം അവരുടെ മാനത്തെ ബാധിച്ചോ ഇല്ലയോ എന്ന്. അതിന് നടപടിക്രമങ്ങളോട് ക്രിമിനലായും കൊടുക്കാം, സിവിലായും കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന ഒരാളോടും ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഇന്നേ വരെ ഞങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത ഒരാൾക്കെതിരെയും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ മാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അത് അവരുടെ ഭരണഘടനാപരമായ അവകാശമാണ്. എന്നാൽ ഡോക്ടർ ജോജോ എന്ന ക്രിമിനൽ ബുദ്ധിക്കാരൻ ചെയ്തത് അതല്ല. കള്ള പരാതി എഴുതി കള്ള ആരോപണങ്ങൾ ചേർത്ത് കള്ള കേസെടുപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയാണ് ഞങ്ങളുടെ പരാതി. മാനനഷ്ട കേസല്ല, നേരെ മറിച്ച് ഞങ്ങൾ ചെയ്യാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്ത് FIR ഇട്ടിരിക്കുന്നു. കടവന്ത്ര പോലീസ് ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പടക്കം നിരവധി കുറ്റകൃത്യങ്ങൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. ഓർക്കണം, ഒരു പാവപ്പെട്ട വീട്ടമ്മയ്ക്ക് അനാവശ്യമായി അവരുടെ സ്ഥലം മുറിച്ച് കളയേണ്ടി വന്നപ്പോൾ, അതേക്കുറിച്ച് പറയാൻ ഇവിടെ മാധ്യമങ്ങളില്ലാത്തപ്പോൾ, ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അവർക്കെതിരായിരുന്നപ്പോൾ ഞങ്ങൾ നിർഭയം ആ പാവപ്പെട്ട വീട്ടമ്മയ്ക്ക് വേണ്ടി നിലപാടെടുത്തു. ആ കുറ്റകൃത്യം ചെയ്ത ഡോക്ടർ ജോജോ വി ജോസഫ് മനസാക്ഷി ലവലേശമില്ലാതെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി ഞങ്ങൾക്കെതിരെ അനേകം കുറ്റകൃത്യങ്ങൾ ചുമത്തി കള്ള കേസ് കൊടുത്ത് കേസെടുപ്പിച്ചിരിക്കുന്നു. അവിശ്വസനീയമാണ്. ഭാരതീയ ന്യായ സംഹിതയും IT ആക്ടും എന്തിനേറെ ആശുപത്രി സംരക്ഷണ നിയമവും വരെ ഞങ്ങൾക്കെതിരെ ചുമത്തിയിരിക്കുക. വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ 351(1), 351(4), 37, 51 എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൽ 72, 85, 7, കൂടാതെ കേരള ഹെൽത്ത് സർവീസ് പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012 അമെൻഡ്മെന്റ് 2023 സെക്ഷൻ 4. ഇതിൽ ഈ ആശുപത്രി സംരക്ഷണ നിയമം 4-ാം വകുപ്പ് ജാമ്യമില്ലാ വകുപ്പാണ്. ഈ 4-ാം വകുപ്പിൽ പറയുന്നത് ഒരു ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടറെ ആശുപത്രി പ്രെമിസിസിൽ കയറി ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു എന്നാണ്. ഡോക്ടർ ജോജോ വി ജോസഫിനെ ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. കാരിത്താസ് ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിലും അത് രോഗികളെ കാണാൻ വേണ്ടി, അത് ചികിത്സിക്കാൻ വേണ്ടിയല്ല. ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല, രോഗികളെ കണ്ടിട്ടുള്ളൂ. അതൊക്കെ പണ്ടാണ്. എന്നാൽ ഈ ഡോക്ടർ ജോജോ വി ജോസഫ് എന്ന ക്രിമിനൽ ബുദ്ധിക്കാരനായ ഡോക്ടർ പച്ചക്കള്ളം പരാതി എഴുതി കേസെടുപ്പിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ കയറി ഡോക്ടറെ അസഭ്യം പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് ആലോചിച്ചു നോക്കൂ. പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മനുഷ്യനാണ് അയാൾ. ഒരു മാധ്യമപ്രവർത്തകൻ അയാളുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ക്രിമിനൽ ബുദ്ധിയോടെ പച്ചക്കള്ളം പറഞ്ഞ് കേസെടുത്ത് വായടപ്പിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും, സ്ഥലം മുറിക്കണമെങ്കിൽ സ്ഥലം മുറിക്കും, കാല് മുറിക്കണമെങ്കിൽ അത് ചെയ്യും, നിങ്ങൾ ആരാടാ ചോദിക്കാൻ എന്ന മനോഭാവത്തോടെ ആദ്യം പണം ചോദിച്ചു എന്ന കള്ള ആരോപണം ഉന്നയിച്ചു. തെളിവ് പുറത്തുവിടാൻ പറഞ്ഞിട്ട് മിണ്ടിയില്ല. എന്നിട്ട് ആശുപത്രിയിൽ കയറി ആക്രമിച്ചു എന്ന കള്ള പരാതിയിൽ ഞങ്ങൾക്കെതിരെ കേസെടുപ്പിച്ചിരിക്കുക. വിശ്വസിക്കാൻ പ്രയാസമല്ലേ? FIRൽ ഇങ്ങനെ പറയുന്നു: 1 മുതൽ 4 കൂടിയ പ്രതികൾ ഡോക്ടറായ ആവലാതിക്കാരന് മാനഹാനിയും ടിയാന്റെ പ്രൊഫഷണൽ പ്രശസ്തിക്ക് കളങ്കവും വരുത്തണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും ആവലാതിക്കാരനുമായി നടത്തിയ സ്വകാര്യ ടെലിഫോൺ സംഭാഷണം നിയമവിരുദ്ധമായി റെക്കോർഡ് ചെയ്ത് ആയതിൽ കൃത്രിമം കാണിച്ച് 5 മുതൽ 13 വരെയുള്ള പ്രതികൾ ഉടമസ്ഥരായ സോഷ്യൽ മീഡിയയിൽ 25/10/2025 1 മുതൽ 4 വരെയുള്ള പ്രതികൾ ടിയാനന്മാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിച്ച് പൊതുജനരോഷവും ശത്രുതയും ഉളവാക്കുന്നതിനും ആവലാതിക്കാരനെ മാനസികമായി ഉപദ്രവിക്കുന്നതിനും ഇടയാക്കിയ കാര്യം. എന്നാൽ പൊതുജനരോഷം ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെ ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചു. കാട്ടിക്കൂട്ടിയത് വൃത്തികേടാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതിൽ നന്ദിയുണ്ട്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടു എന്നാണ് ഒരു പരാതി. അത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഡോക്ടറോട് നിങ്ങൾ എന്താ ചോദിക്കാഞ്ഞേ എന്നെല്ലാവരും പറയുമായിരുന്നു. ഞങ്ങൾ ഡോക്ടറുടെ ഭാഗം കൂടി കേട്ടിട്ട് കൊടുത്തു. ഡോക്ടർ പറഞ്ഞത് കൊടുത്തു. അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് കൊടുത്തു. അത് കൊടുത്തത് കുറ്റകൃത്യമായി. അദ്ദേഹത്തിന്റെ ഭാഗം കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ ആരോപണം ഉണ്ടാവുമായിരുന്നില്ല. എനിക്കൊരു കാര്യത്തിലെ വിഷമമുള്ളൂ. ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇരുന്നു കൊണ്ട് മഹാനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്നത് ലവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത
ഒരു ക്രിമിനൽ ബുദ്ധിക്കാരനാണ് ഈ ഡോക്ടർ എന്ന് പറയേണ്ടി വരുന്നത് ഖേദമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീയുടെ ഒരു ശരീരാവയവം അനാവശ്യമായി മുറിച്ചു മാറ്റിയിട്ട് അതിൽ കുറ്റബോധമില്ലാതെ അത് അവർ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചിട്ട് അത് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ പച്ചക്കള്ളം പറയണമെങ്കിൽ മനസ്സാക്ഷി മനുഷ്യന്റെ 7 അയൽപ്പക്കത്ത് പോയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ക്യാൻസർ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നതിനെ എങ്ങനെ വിശ്വസിക്കും? ഇയാളുടെ അടുത്ത് എങ്ങനെ ഊരുറപ്പിച്ച് ഒരു രോഗിക്ക് ചികിത്സയ്ക്ക് പോകാൻ കഴിയും? അവിടെ പോയാൽ അയാളുടെ ചികിത്സ ഇങ്ങനെ അനാവശ്യമായി ശാരീരിക അവയവങ്ങൾ മുറിച്ചുകൊണ്ടായിരിക്കില്ല എന്ന് എങ്ങനെ നിഗമനത്തിലെത്താൻ കഴിയും? കമന്ന് വീണാൽ കാപ്പണം എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യാനും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പച്ചക്കള്ളം വിളിച്ചു പറയാനും അതിന്റെ പേരിൽ സത്യം പറഞ്ഞവരെ ക്രൂശിക്കാനും കഴിയൂ. ഡോക്ടർ ജോജോ വി ജോസഫ് എന്നല്ല, മറ്റാരാണെങ്കിലും ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിറവേറ്റും. സ്വാധീനമുള്ള നമ്മുടെ നാട്ടിലെ സമ്പന്നരുടെ കുറ്റകൃത്യങ്ങൾ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും.